ഓർക്കിഡ് വളർത്തുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻസെക്ട്സിന്റെ ആക്രമണം. ഇതിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉറുമ്പിനെ കുറിച്ചാണ് കേട്ടോ. ഉറുമ്പിന്റെ അറിയാം, ഉറുമ്പ് നമ്മുടെ പ്ലാന്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലാന്റിൽ കൂമ്പിന് തന്നെയാണ് കേട്ടോ അത് കടിക്കുന്നത്. കൂമ്പിൽ കടിച്ച് അത് നശിപ്പിച്ച് കളയാറുണ്ട്. പിന്നെ ഫ്ലവറിൽ കയറി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ ബഡിലൊക്കെ കയറി കഴിഞ്ഞാൽ ബഡിന്റെ അതിന്റെ നീരൊക്കെ കുടിച്ചത് നശിപ്പിച്ച് കളയാറുണ്ട്. പിന്നെ അത് വിഴിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഉറുമ്പ് മൂലം നമ്മുടെ പ്ലാന്റിൽ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതായത് 3 കാരണങ്ങളാണ് ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ചൂട്. പ്രതിവിധി പറയുന്നതിന് മുമ്പ് ഒരു കാരണം കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഈ ഉറുമ്പ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിനെ ആക്രമിക്കുന്നതെന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കണേ. ഒന്നാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഓർക്കിഡ് ഫ്ലവറിന് നല്ലൊരു സ്മെല്ലുണ്ട്. അതെല്ലാവർക്കും അറിയാലോ അല്ലേ? ആ സ്മെല്ലാണ് നമ്മുടെ ഇൻസെക്ട്സിനെ നമ്മുടെ പ്ലാന്റിലേക്ക് ആകർഷിക്കുന്നത്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻസെക്ട്സ് ചിലത്, എല്ലാം എന്നല്ല, ചിലത് വല്ലതൊക്കെ ഇങ്ങനെ ചത്ത് വീഴുമല്ലോ നമ്മുടെ പ്ലാന്റിന്റെ പരിസരത്തായിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടോ മീഡിയനിലൊക്കെ വീണെന്ന് വരാം. ഇൻ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് തിന്നാൻ കൂടിയാണ് നമ്മുടെ ഉറുമ്പ് നമ്മുടെ പ്ലാന്റിലേക്ക് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ പ്രതിരോധിക്കുക തന്നെ വേണം. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി സമയങ്ങളുണ്ട്, വീഡിയോയിലോട്ട് പോവാം. ഉറുമ്പിനെ ഓടിക്കാനുള്ള ആദ്യത്തെ സൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കുന്നത് 1 ലിറ്റർ വെള്ളവും ഡിഷ് വാഷുമാണ് കേട്ടോ. 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഡിഷ് വാഷ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ആഡ് ചെയ്യുന്നത് 4 തുള്ളിയാണ്. 4 തുള്ളി ഡിഷ് വാഷ് അല്ലെങ്കിൽ ഹാൻഡ് വാഷാണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ആഡ് ചെയ്യുന്നത്. ഉറുമ്പിനെ ഓടിക്കാനുള്ള രണ്ടാമത്തെ സൊല്യൂഷൻ ഇതാണ്. വെള്ളം, 1 ലിറ്റർ വെള്ളം, പിന്നീട് 1/4 ഗ്ലാസ് വിനെഗർ പ്ലസ് 4 തുള്ളി നീം ഓയിൽ. 1 ലിറ്റർ വെള്ളത്തിൽ 1/4 ഗ്ലാസ് വിനാഗിരിയും 4 തുള്ളി നീം ഓയിലും. മൂന്നാമതായിട്ട് ഉറുമ്പിനെ ഓടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കറുവപ്പട്ട. കറുവപ്പട്ട ഇങ്ങനെ തന്നെയല്ല, നമ്മൾ ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പൊടിച്ചിട്ട് വരാവേ. കറുവപ്പട്ട നമ്മൾ പൊടിച്ചെടുത്തേ. ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ ഉറുമ്പിനെ കളയാനായിട്ട്. ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ പൊടിയായിട്ട് തന്നെ നമ്മുടെ പ്ലാന്റിൽ നമുക്ക് ലീഫിലും ഇതിലൊക്കെ മീഡിയനിലൊക്കെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം.
രണ്ടാമതായിട്ട് നമ്മൾ കറുവപ്പട്ട ഉപയോഗിക്കാൻ പോകുന്നത്, ഇത് ഈ ഒരു സ്പൂൺ നിറച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. തിളപ്പിച്ച ശേഷം അങ്ങനെ തന്നെ ആ ചൂടോടെ അല്ല നമ്മൾ എടുക്കേണ്ടത്, ചൂടാറിക്കഴിഞ്ഞിട്ട് അതൊന്ന് ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് അത് ആഡ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ 3 സൊല്യൂഷനെ. അപ്പോൾ നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. 90%, 100% ഞാൻ പറയില്ല, 90% ഇത് നിങ്ങൾക്ക് റിസൾട്ട് തരുന്നതായിരിക്കും കേട്ടോ. പിന്നീട് ഇത് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഒരാഴ്ച ചെയ്തെന്ന് വെച്ച് ചിലപ്പോൾ 1, 2, 3 ആഴ്ച, ചിലപ്പോൾ 1 മാസമൊക്കെ നിങ്ങളുടെ പ്ലാന്റിൽ ചിലപ്പോൾ ഉറുമ്പ് വന്നില്ല എന്ന് വരും. പക്ഷെ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞോ പിന്നെയും ഉറുമ്പ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ, ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രതിവിധിയല്ല ഇത്. നമ്മൾ ഒന്നും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക തന്നെ വേണം. പിന്നീട് നമ്മുടെ പോട്ടിൽ കൂടുതലായിട്ട്, അതായത് പോട്ടിൻ്റെ ഉള്ളിൽ മുട്ടയൊക്കെ ഇട്ടിരിക്കുകയാണ്, ഉറുമ്പ് മുട്ടയൊക്കെ ഇട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകരുത്, അപ്പം തന്നെ അതെടുത്തൊന്ന് റീപ്പോർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ഉചിതം. ഈ സൊല്യൂഷൻ ചിലപ്പോൾ മീഡിയൻ്റെ ഉള്ളിൽ പറ്റിയില്ല, കയറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും കേട്ടോ ഉചിതം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.